നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോയാൽ അവിടെയും അതിരൂക്ഷമായ പ്രശ്നമാണ്. തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റ വിവരമാണ് ഇപ്പോൾ വരുന്നത്. തെരുവുനായ നിയന്ത്രണം പാളി എന്നാണ് വിമർശനം. ജനം അവിടെ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരുവു നായ്ക്കളുടെ അനിയന്ത്രിതമായ ഈ പെരുപ്പം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നത് തെരുവു നായ്ക്കളുടെ നാടെന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആശങ്കയുണർത്തുന്ന സാഹചര്യം. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷമായി തുടരുകയാണ്. തെരുവു നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. കൊല്ലം കളക്ടറേറ്റ് കവാടത്തിൽ റവന്യൂ വകുപ്പിലെ പാർട്ട് ടൈം ജീവനക്കാരനെ തെരുവുനായ ആക്രമിച്ചു. നഗരത്തിന്റെ പ്രധാന മേഖലകളിലെല്ലാം തെരുവു നായ്ക്കളുണ്ട്. പട്ടിശല്യം ഇവിടെ വളരെ കൂടുതലാണ്. കാരണം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പലരും പല രീതിയിലുള്ള ആഹാരങ്ങളും മറ്റും കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളടുത്തും വരും. അപ്പം ഇതിന് ആ ഒരു സൗകര്യം ഉണ്ടാവും നമ്മളും കൊടുത്തില്ലെങ്കിൽ. അപ്പം അങ്ങനെ പല പട്ടികളും ഇതുമായിട്ട് വന്ന് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് എപ്പോൾ കടിക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു റെമഡി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. 2.5 ലക്ഷത്തിലധികമാണ് കേരളത്തിൽ തെരുവു നായ്ക്കളുടെ ഏകദേശ എണ്ണം. രാവും പകലുമില്ലാതെ പലയിടങ്ങളിലും നായ്ക്കൾ വിഹരിക്കുന്നു. പല തെരുവുകളും രാത്രി പൂർണ്ണമായും ഇവ കീഴടക്കുന്നു. ചില സമയം രാത്രിയൊക്കെ പോകാൻ നേരമേ നമ്മളെ കൂടെ നടക്കാൻ തന്നെ പെണ്ണുങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഇതൊരു ആക്രമണമായിട്ട് വലുതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ പോകാൻ നേരം പട്ടി അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊന്നും വന്നിട്ടില്ല. പക്ഷേ രാത്രി കൂടെ ഓടാൻ തന്നെ ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്, ഈ പേടിച്ച് മാറി നടക്കുന്നത്. ഇത് കുറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാൽനട യാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി വീണ് തെരുവു നായ്ക്കൾ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. തെരുവുനായ നിയന്ത്രണത്തിന് വർഷാവർഷം കോടികളാണ് സർക്കാർ ചിലവഴിക്കുന്നത്. പക്ഷേ തെരുവുനായ നിയന്ത്രണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരുവു നായ്ക്കളെ പിടികൂടാനുള്ള പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല. മുമ്പ് നായശല്യം രൂക്ഷമാകുമ്പോൾ പട്ടിപിടുത്തക്കാർ ഇറങ്ങുക പതിവ്. ഇപ്പോൾ ഇതും നടക്കാതായി. മാർക്കറ്റുകൾ, മാലിന്യം നിറയുന്ന പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് നായശല്യം ഏറെ രൂക്ഷം. ഞങ്ങളെ ഇവിടെ മാത്രമല്ല, നമുക്കില്ല ESIയുടെ ചുറ്റുവട്ടത്തും ഒക്കെ പട്ടിശല്യം തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴേ പേടി, ഇത് കടിക്കാനാണോ എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അവർ പലതും തുടങ്ങി വെച്ചെങ്കിലും ഒന്നും പ്രാബല്യത്തിൽ ശരിക്കും നടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫാദറിനിലോ രാവിലെ നടക്കാൻ വരാറുള്ളത്, അപ്പോൾ ഒരു വട്ടം കടിച്ചിട്ടുണ്ട് പുള്ളി. തെരുവുനായ മൂലം ആക്രമണത്തിൽ അപകടമേൽക്കുന്നവർക്കും ധനനഷ്ടമുണ്ടാകുന്നവർക്കും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ ജസ്റ്റിസ് S. സിരിജഗനെ തലവനാക്കി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, നിയമ സെക്രട്ടറി എന്നീ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് 2016 പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ്. തെരുവുനായ ശല്യം വ്യാപകമെങ്കിലും അപേക്ഷകൾ തീരെ കുറവെന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി പറയുന്നത്. തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്ന പദ്ധതിയായ ABC പദ്ധതി കാര്യക്ഷമമായി നടന്നിട്ടില്ല. പുതിയ ഉത്തരവിലെ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കിയാണ് പദ്ധതി വൈകുന്നത്. സൗജന്യ പേ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് വർഷം 20 കോടി രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത്. എവിടെയാണ് തെരുവുനായ നിയന്ത്രണം പാളിപ്പോയതെന്ന് പരിശോധിക്കേണ്ട സമയവും അതിക്രമിച്ചിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയെത്തുമ്പോൾ വാക്സിൻ കിട്ടുന്നില്ല എന്ന് പലരും നേരത്തെ പറഞ്ഞിരുന്നു. അത്തരമൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സർവത്ര പ്രതിസന്ധിയുണ്ട് ആ മേഖലയിൽ. ഈ നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഏത് ഘട്ടം മുതലാണിത് പാളിയതെന്ന് പരിശോധിച്ച് അവിടെ മുതൽ തിരുത്തൽ വേണ്ടതാണ്. അതിന് വലിയ പരിമിതികളുണ്ടെന്നാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൽ പലതും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തെരുവുകളിൽ നായകൾ കൂടുന്നത് മൂലം പ്രവാസികൾക്ക് കുട്ടികളെ നാട്ടിൽ അവധിക്ക് വിടാൻ പോലും ഭയമാണ് എന്നതൊരു വസ്തുതയാണെന്ന് നേരത്തെ നമ്മുടെ ജേക്കബ് കോയിപ്പള്ളിച്ചേട്ടൻ വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ ഈ വിഷയത്തിന് പരാതി എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് ആദ്യം നമ്മൾ സമീപിക്കേണ്ടത്. അവരാണ് ആദ്യമായി ഇത് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. ഈ
പട്ടിപിടുത്തക്കാർ എന്ന് പറയുന്ന നേരത്തെ അങ്ങനെ ഒരു വിഭാഗം അത്തരം ആളുകൾ, ആ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വരുമായിരുന്നു സമയാസമയങ്ങളിൽ. ഇപ്പം പക്ഷേ അങ്ങനെയൊന്നും ആരും വരാറൊന്നുമില്ല എന്ന് എല്ലാവരും അവരുടെ കമൻറ്റിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, പനിക്കിടക്കയിലാണെങ്കിലും ഞാൻ 24 കാണുകയും കേൾക്കുകയും കമൻ്റ് ഇടുകയും ചെയ്തുകൊണ്ട് സമയം നീക്കുകയാണെന്ന്. പവിത്രൻ പാതിരപ്പറ്റയുടെ പനി വേഗം കുറഞ്ഞ് വളരെ സജീവമായി പനിക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ ധാരാളം തെരുവ് നായ്ക്കളെ കൊല്ലണം എന്നാണ് ആശ പറയുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ നൽകിയ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ രവികുമാർ പറയുകയാണ്, വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾക്ക് നല്ല പരിചരണത്തിൻ്റെ കുറവുണ്ട്. വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുകൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അബ്രഹാം തോമസ് പറയുന്നു, തെരുവുനായെ കൊന്നാൽ കേസ്, മനുഷ്യനെ കൊന്നാൽ കേസില്ല. മനുഷ്യനേക്കാൾ വില ഇത്തരം ജീവികൾക്കാണ്. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയോ അതോ ഡോഗ്സ് ഓൺ കൺട്രിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ വിഷയം സാർവത്രികമായി കേരളത്തിലാകെയുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ അല്ല, മുഴുവൻ മേഖലകളിലും ഈ തെരുവുനായ ശല്യം അതുണ്ടാക്കുന്ന ഭീഷണി ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അത് ഉയർന്നു വരും, പക്ഷേ ആ ഘട്ടത്തിൽ പിന്നീട് അത് അവഗണിക്കും. പക്ഷേ ആ പ്രശ്നമായി തുടരുന്നുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ ഈ കണ്ട റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്.